ഈ പിള്ളേരുടെ കൂടെ ഉള്ള അഭിനയം കാരണം അവരൊക്കെ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര സ്റ്റാർ ആയിട്ടുള്ള ആളുകളെ നമ്മള് വീട്ടിലുള്ള പിള്ളേരെ പോലെ അതെ അതെ ഭയങ്കര ജോളിയാണ്. ഇപ്പൊ അലനൊക്കെ ഭയങ്കര ജോളിയാണ്. ഹാഷിര് കുറച്ചുകൂടി എനിക്കൊരു വിഷൻ ഉള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര ഒബ്സർവേഷൻ ഉള്ള കുട്ടി. അതൊക്കെ പക്ഷെ ഇപ്പൊ അധികം ഭയങ്കര കുറച്ച് സീരിയസ് ആണ്, ഒബ്സർവ് ചെയ്യും എല്ലാരെയും. പക്ഷെ അലനല്ല അവിടെ നിന്ന് ഹലോ എന്ന് പറഞ്ഞിട്ട് വരുന്ന നമ്മൾ ഒന്നാമത് ഞാൻ ആദ്യത്തെ പടമാണല്ലോ ഇത്. അപ്പൊ നമ്മളൊക്കെ കട്ട് ചെയ്യാൻ ആദ്യം നമ്മുടെ തലയായിരിക്കും കട്ട് ചെയ്യുന്നല്ലേ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ട്രെയിലർ ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് എന്റെ ഡയലോഗ് അതും കൽഫോൺസ് പുത്തന്റെ അഗെയിൻസ്റ്റ് ഉള്ള ഡയലോഗ്. അത് തിയേറ്റർ ശ്രദ്ധിക്കുന്ന അന്നേ ഡയലോഗ് കേട്ടപ്പോൾ ഷൂട്ട് സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അത് നമ്മൾ അപ്പോഴേ ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിന് കുഴപ്പം പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. അതൊരു ഇൻബോക്സിൽ കുറേ മെസ്സേജസ് വരും. ഈ പറഞ്ഞ ഒരു കെട്ടി വരുന്ന ട്രോമ കൊടുത്ത ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വരുന്ന ഇൻബോക്സിൽ കുറേ കുട്ടികൾ എനിക്ക് ഇതുപോലെ ടീച്ചർ ഉണ്ടായിരുന്നു, എനിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, അവർ ഭയങ്കര സാധനമായിരുന്നു, ഞാൻ സിനിമ കണ്ടപ്പോൾ വിചാരിച്ച് നിങ്ങൾക്കും കൂടെ ഒരു അടി കിട്ടിയിരുന്നെങ്കിൽ അവസാനം പപ്പട സീനിലെങ്കിലും ഒരു അടി കൊടുത്തെങ്കിലും അത്രയ്ക്ക് ദേഷ്യമാണ്. അപ്പം കേൾക്കുമ്പോൾ സന്തോഷം. അത് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ചെയ്തത് എഫക്റ്റീവ്. ചില ട്രോമ ആലോചിക്കുമ്പോൾ സങ്കടമാണ്. ടീച്ചേഴ്സ് ഒന്നും ഇനി അങ്ങനെ ചെയ്യല്ലേ, ഇതൊരു ഐ ഓപ്പണർ ആവട്ടെ. ഹലോ എവ്രി വൺ, വാഴ 2 കണ്ട എല്ലാവർക്കും ഇവര് രണ്ടുപേരെയും മറക്കാൻ പറ്റില്ല. വെൽക്കം ശ്രീകുട്ടി ആൻഡ് മഞ്ജുശ്രീ. ഹലോ. ഹായ്. സുഖമായിട്ടിരിക്കുന്നോ? നല്ല സുഖം, സന്തോഷം. വാഴ കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട്? വാഴ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അല്ല, വഴിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എവിടെയൊക്കെ പോകുമ്പോൾ ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടോ ആ ടീച്ചേഴ്സിനെയൊക്കെ? പിന്നെ തിരിച്ചറിയും. ഉണ്ട്. ടീച്ചറേ എന്ന് വിളിക്കും, പ്രേമത്തിലെ ടീച്ചറേ എന്ന് വിളിക്കും. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു ടീച്ചർ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവും. അതെ. അത് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഉണ്ട്. കുറച്ച് ഒരുങ്ങിയൊക്കെ വരുമ്പോൾ കുറ്റം പറയുന്ന, പഠിത്തം മോശമായി പോകുന്ന വെച്ചിട്ട് കുറ്റം പറയുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ അടിക്കുന്ന, ഞാനൊരു കോൺവെന്റിലായിരുന്നു, എനിക്ക് ആ അടിക്കുന്ന സിസ്റ്റേഴ്സിനൊക്കെ എനിക്ക് പരിചയം. ഞാനും കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. കുറച്ചുകൂടി നമ്മൾ അങ്ങനെ വിചാരിക്കത്തില്ല, അങ്ങനെ അടി കൊള്ളുന്നോണ്ട് പേടിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ പലർക്കും ഇങ്ങനെ അങ്ങനത്തെ ടീച്ചേഴ്സിന് നമുക്ക് പരിചയമുണ്ട്. ഈ വാഴ 2 ഒരു കോള് വരുന്നത് എങ്ങനെയായിരുന്നു? എനിക്കൊരു എന്നെ ഒരു എന്റെ നമ്പർ, ഞാൻ കുറച്ച് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാള് ഓഡിഷൻ എന്റെ ഈ നമ്പർ കൊടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓഡിഷൻ, ടീച്ചറിന്റെ ഒരു ഓഡിഷൻ തന്നെ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഓക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത്. നമ്മളിപ്പോ ഞാനൊരു 25 സിനിമയോളം ആയി. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആലപ്പുഴ ജിംഖാനൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോഴും എനിക്ക് തോന്നുന്നു ഇവർക്ക് പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാരും ഇപ്പൊ അങ്ങനെ ചെയ്യിക്കും നമ്മളെ കൊണ്ട്. അത് പറ്റുമോ, ടീച്ചറായിട്ട് പറ്റണമല്ലോ, അമ്മയായിട്ട് പല വേഷങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്യിച്ചിട്ടാണ് ഓക്കെ പറഞ്ഞിട്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? അവിടെ പക്ഷെ ഞാൻ ചെല്ലുമ്പോ അങ്ങനെ കൊച്ചു കുട്ടികളെ ഓഡീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനായിരുന്നു അതില് ഒരു വലിയ ആളായിട്ട് ഞാൻ ചെല്ലുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിക്കുന്നതാന്ന് തോന്നുന്നു. അതിനൊക്കെ ഓപ്പൺ ഓഡീഷൻ ആയിട്ടല്ലായിരുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു ഒരു കോള് വന്നത്? ഞാൻ കൊച്ചിയിലെ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. 7 വയസ്സിൽ നമ്മുടെ സന്തോഷ് ശിവൻ ക്യാമറ ഡയറക്ടറല്ലേ, സാറിന്റെ അച്ഛൻ ശിവൻ സാറിന്റെ ഒരു ഓഫ് ബീറ്റ് പടം, ഒരു യാത്ര തന്നെ. KP ലളിത ആന്റിക്ക് അഗെയിൻസ്റ്റ് ആയിരുന്നു. അന്ന് പക്ഷെ കുഞ്ഞായിരുന്നു, അതൊന്നും അറിയത്തില്ല. കുറച്ച് പഠിക്കുമായിരുന്നു. അപ്പം വീട്ടുകാർ പിന്നെ അതിന് വേറെ ഒന്നിനും വിട്ടില്ല. അവിടെ പഠിച്ച ജോലി യാഥാസ്ഥിക ചിന്താഗതിയായിട്ട് അവരവിടെ നിർത്തിച്ചു ആ പരിപാടി. ഇനി നീ കല്യാണം കഴിഞ്ഞ് എന്താന്ന് വെച്ചാൽ ആയിക്കോന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റൈലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് പിന്നെ വീണ്ടും മലയാളി വീട്ടമ്മ തന്നെ റിയാലിറ്റി ഷോ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് സിറ്റ്കോം, ഉപ്പുമുളകും, കൗമുദി അലിയൻസ്, അങ്ങനെ കുറച്ചൊരു സുഹാസിനൊക്കെ പറഞ്ഞ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എന്നെ സിനിമയിലോട്ട് എടുക്കും, നാളെ ആ കോൾ വരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ആയില്ല. അങ്ങനെ 5-6 വർഷം കോളൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് ഒന്നും നടന്നില്ല. പിന്നെ അങ്ങോട്ട് ഓഡിഷനൊക്കെ അങ്ങോട്ട് ഇറങ്ങി തുടങ്ങി. അപ്പം മനസ്സിലായി നല്ല പാടാണ്, റിജക്ഷനാണ് കിട്ടുന്നതെന്നുള്ള. ചേച്ചിയെ പോലെ ഞാൻ ശരിക്കും ഭയങ്കര ആഗ്രഹിച്ചു വന്ന ഒരാളാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ അവസാനം എൻ്റെ ക്ലാസ്മേറ്റ് ആണ് വിപിൻ സാറിൻ്റെ വൈഫ് അശ്വതി എന്ന് പറഞ്ഞാൽ ഇതിലെ കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പോൾ അവളുടെ ഈ പടത്തിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഓഡിഷൻ്റെ കോള് കണ്ട് അതുവഴി അങ്ങനെ ചോദിച്ച് ഓഡിഷൻ ഉണ്ടാവും. ആദ്യമേ പറഞ്ഞു ഓഡിഷൻ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്താലേ കിട്ടും. പിന്നെ അതൊന്നും കുഴപ്പമില്ല, അവിടെ വരെ ഒന്ന് എത്തിച്ചു തന്നാൽ മതി, ബാക്കി ഞാൻ തള്ളിക്കൊള്ളാം പറഞ്ഞു. അങ്ങനെ ഒരു 3 റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു. ആദ്യം രോഹിത് എന്ന് പറഞ്ഞിട്ട് അസോസിയേറ്റിന് അയച്ചു കൊടുത്ത വീഡിയോ. അത് കഴിഞ്ഞ് രാജേഷ് നാരായണൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആലുവയിൽ ചെന്നിട്ട് അതിനെ ഓഡിഷൻ എടുത്തത് എൻ്റെ കൂടെ ഇതിൽ ഓപ്പോസിറ്റ് ഇരുന്ന ബിനു സാർ എന്ന് ആളുണ്ടല്ലോ, മുപ്പര് ഇതിൻ്റെ പ്രൊഡ്യൂസറും കൂടെയാണ്. മുപ്പരാണ് ആദ്യം എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ വിപിൻ സാർ എല്ലാവരും ഓഡിഷൻ. അത് 2 റോളിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു അമ്മ റോളും ടീച്ചർ റോളും ഏതാണ് ചേരുന്നതെന്ന് നോക്കി. അപ്പോൾ എൻ്റെ കുശുമ്പും കുഞ്ഞായ്മയും നിറഞ്ഞ മുഖം കണ്ടപ്പോൾ അവർ മനസ്സിലായി പാവമായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ
എന്തായാലും ഒരു ചെറു ടീച്ചറിന്റെ റോള് തന്നെ കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ ലേഖ ടീച്ചറായി. ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത ഒരു കോള് വന്നത് കുറച്ച് സമയം എടുത്തോ? ഇല്ല, ഞാൻ ഫസ്റ്റ് വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ കയറി വരാൻ പറഞ്ഞു നേരിട്ട് ഓഡിഷന് വേണ്ടിയിട്ട്. ഞാൻ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ആലുവയിലോട്ട് ഷൂട്ടിന്റെ തുടങ്ങിയതിന് ശേഷമാണ് അവർ വിളിച്ചത്. അതിനുവേണ്ടി വന്നു. ഞാൻ പെട്ടിയും പൊക്കിയെടുത്ത് വന്നു. അവർ ഒരു മാസം സെലക്ഷൻ കിട്ടിയ ഒരു മാസം ഷൂട്ട് ഉണ്ടാവുന്നു. എനിക്ക് ഭയങ്കര ശുഭാപ്തി വിശ്വാസമായതുകൊണ്ട് ആ സാധനം ഉള്ളതുകൊണ്ട് ഞാൻ മൊത്തം മറ്റേ ബിഗ് ബോസിനൊക്കെ പോകുന്ന എല്ലാം പാക്ക് ചെയ്താ വന്നത്. അപ്പം ഇങ്ങനെ ഇപ്പൊ വിളിക്കുന്നത് അന്നേരം ആ ഒരു ശുഭാപ്തി വിശ്വാസം നല്ലതായിട്ട് തന്നെ കലാശിച്ച്. അവര് വേണമെങ്കിൽ കയറി പോകാൻ പറഞ്ഞ് ഈ ബാഗ് കൂടി തിരിച്ച് പോകാൻ റെഡിയായിരുന്നു. ബാഗ് തുറക്കാതെ പെട്ടി പൊട്ടിക്കാതെ ഇങ്ങനെ മറ്റേ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന കണക്ക് പെട്ടി പൊട്ടിക്കാതെ വെച്ചേക്ക്. ഒന്നുകിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഏതായാലും എന്തായാലും ഇറങ്ങി തിരിച്ചു. ട്രെയിലറിനകത്തും ഉണ്ടായിരുന്നല്ലേ? അത് പ്രതീക്ഷിച്ചായിരുന്നു? ഇല്ല, അത് വന്നപ്പോ എന്റെ കിളി പോയി. ഈ ട്രെയിലറിൽ വരുന്ന അറിഞ്ഞെങ്കിൽ ഞാൻ ട്രെയിലർ ലോഞ്ചിനൊക്കെ പോയിട്ട് ഒന്ന് ഷൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞു. ട്രെയിലർ ലോഞ്ചിന് എല്ലാവർക്കും ചെല്ലായിരുന്നു. നമ്മളിതൊന്നും പ്രതീക്ഷ ഞാനില്ലായിരുന്നു, വന്നില്ല. ഞാനെന്താ നമ്മൾ വിചാരിക്കും ഒന്നാമത് ഞാൻ ആദ്യത്തെ പടമാണല്ലോ ഇത്. അപ്പൊ നമ്മളൊക്കെ കട്ട് ചെയ്യാൻ ആദ്യം നമ്മുടെ തലയായിരിക്കും കട്ട് ചെയ്യുന്നല്ലേ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പോണ്ട് നോക്കിയപ്പോ ട്രെയിലർ ഓപ്പൺ ചെയ്തപ്പോ ഫസ്റ്റ് തന്നെ ഡയലോഗ്, അതും അൽഫോൺസ് പുത്രന്റെ അഗെയിൻസ്റ്റ് ഉള്ള ഡയലോഗ്. അത് തിയേറ്റർ ശ്രദ്ധിക്കുന്ന അന്നേ ഡയലോഗ് കേട്ടപ്പോൾ ഷൂട്ട് സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അത് നമ്മൾ അപ്പോഴേ ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. നമ്മള് അടുത്താണല്ലോ. ഈ അൽഫോൺസ് സർ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാരും ഒരുമിച്ചാണല്ലോ. അത് അപ്പൊ തന്നെ നമ്മള് ചിരിക്കാൻ തുടങ്ങും. അപ്പൊ തന്നെ ഇത് കഴിഞ്ഞ തന്നെ ഒരുപാട് അപ്പോഴേ നമുക്ക് അറിയായിരുന്നു ഇത് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. നമ്മൾ അന്നേ പറയുന്നത്. പക്ഷെ അത് ട്രെയിലറിൽ വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് ഭയങ്കര ഒരു കട്ട് ചെയ്യാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതങ്ങനെ എല്ലാ നമ്മൾ നിൽക്കുന്ന എല്ലാ സീക്വൻസും കുറച്ച് ഇമ്പോർട്ടന്റ് സീക്വൻസസ് ആണ്. അതുകൊണ്ട് അത് കട്ട് ചെയ്യില്ലെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ട്രെയിലറിലൊക്കെ പ്ലേസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ നമ്മളൊന്ന് പൊളിച്ചാനായിരുന്നു. ട്രോൾ ചെയ്യാനുള്ള ഒരു സ്വന്തം സിനിമയെ ട്രോൾ ചെയ്ത് പറയാനുള്ള ഡയലോഗ്. അത് മൂപ്പരുടെ ഒരു അക്സെപ്റ്റൻസ് ഗ്രേറ്റ്നെസ് ആണ്. സ്വന്തം സിനിമയെ ട്രോൾ ചെയ്തോ എന്ന് ഓക്കെ പറയാൻ. പിന്നെ അത് ഇങ്ങനെ എഴുതാനുള്ള ബ്രില്യൻസ് വിപിൻ സാറിന്റെ. അത് ഇത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഡയറക്ടർ സവിൻ സാർ. മൊത്തത്തിൽ വാഴ ടീം പൊളിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സ്റ്റാർഡം നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ഈ പിള്ളേരുടെ കൂടെ ഉള്ള ഒരു അഭിനയം, കാരണം അവരൊക്കെ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര സ്റ്റാർ ആയിട്ടുള്ള ആളുകളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അവർക്ക് ഭയങ്കര പാവം കുട്ടികളാ. അവരുടെ ആദ്യത്തെ ഫിലിമാണല്ലോ. അപ്പൊ അവര് മെയിൻ റോളിൽ വരുന്ന ആദ്യത്തെ ഫിലിം. വാഴ 1 അവരുണ്ടായിരുന്നു, എന്നാൽ ഇതിലാണല്ലോ മെയിൻ. പക്ഷെ അവരങ്ങനെ നമ്മൾക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തേ ഇല്ല. അവര് സാധാരണ നമ്മുടെ മക്കളെ പോലെ. എനിക്ക് ഞാൻ പറയാൻ പറ്റില്ല. ഞാനും മക്കളെ പോലെ, ചിലപ്പോ സഹോദരനെ പോലെ, ചിലപ്പോ മോനെ പോലെ പല പല റോൾ എടുക്കും. ചിലപ്പോ ഞാൻ അവരുടെ തന്നെ പ്രായത്തിൽ നിന്ന് കളിക്കും. ഞാൻ ഏത് പ്രായക്കാരോട് ചേച്ചിയുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോ അത് കഴിഞ്ഞ് ഹാഷർ അവരൊക്കെ കൂടെ പോകുമ്പോഴത്തേക്ക് ആ ടീം, എന്റെ മക്കളോട് ആകുമ്പോഴത്തേക്ക് ആ ടീം. എവിടെയും പോവും, എവിടെ എടുക്കാന്ന്. അങ്ങനെ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു നമുക്ക്. അവർക്കും അങ്ങനെ ഇല്ല. അവരെല്ലാരോടും വന്ന് ഭയങ്കരമായിട്ട് ജോളിയായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നതാണ്. ഭയങ്കര കൺസിഡറേറ്റീവ് ആണ്. പിന്നെ ഭയങ്കര എമ്പത്തി ഒക്കെ ഉള്ള പിള്ളേർ. നമ്മള് വീട്ടിലുള്ള പിള്ളേരെ പോലെ. അതെ അതെ, ഭയങ്കര ജോളിയാണ്. ഇപ്പൊ അലനൊക്കെ ഭയങ്കര ജോളിയാണ്. ഹാഷർ കുറച്ചുകൂടി എനിക്കൊരു വിഷൻ ഉള്ള ഒരു കുട്ടിയാണ്. അവൻ ഞാൻ പലയിടത്തും പറഞ്ഞു പണ്ട് അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഭയങ്കര ഒബ്സർവേഷൻ ഉള്ള കുട്ടി. അതൊക്കെ അധികം ഭയങ്കര കുറച്ച് സീരിയസ് ആണ്. ഒബ്സർവ് ചെയ്യും എല്ലാരെയും. പക്ഷെ അലനങ്ങല്ല അവിടെ നിന്ന് ഹലോ എന്ന് പറഞ്ഞിട്ട് വരുന്ന രാവിലെ. അജിനും വിനായും കുറച്ച് സംസാരിക്കാൻ കുറച്ച് പറഞ്ഞു കേട്ടോ. പക്ഷെ എല്ലാരും കൂടെ ആവുമ്പം അവരാ റീലി കാണിക്കുന്ന ഒരു ബഹളം തന്നെയാണ്. ഗ്രൂപ്പ് അങ്ങ് സെറ്റ് ആവും. ഭയങ്കര രസം. നമുക്കും ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. ഈ പറഞ്ഞ കണക്ക് നമ്മളെയും ബൂസ്റ്റ് ചെയ്ത് അവരെ കൂടെ. എനിക്ക് ഞാൻ ഈ പ്രായത്തിൽ ഞാൻ അവിടെ ചെന്നിട്ട് ശരിക്കും സ്കൂളിലാണ് ഫുൾ ഷൂട്ടിങ്. ഇത്രയും കാലം ഞാൻ പിന്നെ സ്കൂളിൽ നിൽക്കുന്നത് ആ ഒരു കാലത്താണ്. നമ്മൾ അറിയുന്നേ ഇല്ല വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു ഇങ്ങനെ. അങ്ങനെ ഞാൻ സ്കൂളിൽ വീണ്ടും എൻജോയ് ചെയ്തത് സ്കൂൾ ലൈഫ് ഈ വാഴയുടെ ഷൂട്ടിലാണ് പിള്ളേരുടെ കൂടെ. ഞാൻ അവരുടെ കൂടെ ചെറുതായ പോലെ തോന്നും പെട്ടെന്ന് ഷൂട്ട് അല്ലാത്ത സമയത്ത് കേട്ടോ. ഷൂട്ടിന്റെ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഡയലോഗാണ് നമുക്ക് ഒട്ടും പറ്റാത്ത. നമ്മൾക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ ഇങ്ങനത്തെ ടീച്ചേഴ്സിനെ. അതാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് വരുമ്പോ നമ്മൾ മാറും. അത് കഴിയുമ്പോ പിന്നെ വീണ്ടും നമ്മുടെ എല്ലാ എൻജോയ്മെന്റും അവിടെ തീർക്കും ആ സെറ്റില്. സ്കൂൾ ഓർമ്മകളും കാര്യങ്ങളും. പിന്നെന്ന് വെച്ചാൽ സിസ്റ്ററും ഒക്കെയാണല്ലോ കോൺവെന്റ്. എനിക്ക് അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. എല്ലാ ഓർമ്മകളിലൂടെ ഉള്ള ഒരു യാത്രയായിരുന്നു. ഇതിനുശേഷം കുറെ കോൾസ് ഒക്കെ വന്നു.
ഇതിന് അഭിപ്രായം പറഞ്ഞൊക്കെ കുറെ ഇതൊക്കെ വന്നു. അവസരമൊന്നും ഇതുവരെ വന്നില്ല, ആരെങ്കിലും വിളിക്കുമായിരിക്കും. അതെന്താന്നറിയോ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വരും, വരാതിരിക്കത്തില്ലായിരിക്കും. പക്ഷെ ഉടനെ ചെയ്യുന്നു. അങ്ങനെ നമ്മൾക്ക് ഒരു കാലത്തും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ ചെയ്ത സിനിമകളിൽ എന്തെങ്കിലുമൊക്കെ ത്രൂ ഔട്ട് റോളുകൾ വന്നത് വളരെ റീസെന്റ് ആയിട്ടാണ്. കുറച്ച് അങ്ങനെ 2-3 സീരീസും സിനിമകളുമാണ്. ജിംഖാൻ ആണ് പിന്നെയും കുറച്ചൊന്ന്. പക്ഷെ അങ്ങനെ കണ്ടതുകൊണ്ട് അപ്പൊ ശ്രീകുട്ടി ചേച്ചി തിരക്കാണോ, അടുത്ത കോള് വന്നോ എന്നൊക്കെ ചോദിക്കും. എല്ലാരും ചോദിക്കാം. പക്ഷെ അങ്ങനെ വരണം എന്നില്ല കേട്ടോ. പക്ഷെ പർട്ടിക്കുലർ ആയിട്ട് ഓരോരുത്തർക്കും, ഓരോ ഡയറക്ടർക്കും ഓരോ ഐഡിയ ഉണ്ടാവും ഈ കാസ്റ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. ഇന്ന ആള് ചെയ്താൽ എങ്ങനെയാ അവരങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ നമ്മൾ ഓക്കെ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവരങ്ങ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അഭിനയിക്കാൻ. ഇപ്പൊ എല്ലാരും എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാൻ ഉള്ള ഒരു സ്പേസ്. പിന്നെ ഞാൻ ബിലീവ് ചെയ്യുന്നത് എത്ര ഹാർഡ് വർക്ക് എത്ര കഴിവുണ്ടെങ്കിലും ഒക്കെ ലക്ക് ഒരു വലിയ ഫാക്ടറാണ്. അത് ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ അവർക്ക് ആലോചിക്കുമ്പോ ഇന്ന മുഖം വരണം, ഇന്ന ഓർമ്മ വരണം, അങ്ങനെയൊക്കെ കുറെ ഫാക്ടർ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇതിപ്പോ തുടക്കമാണ്, ആരെങ്കിലും ഓർക്കും. പക്ഷേ ഈ ലേഖ ടീച്ചർ എനിക്ക് തോന്നുന്നു നമുക്കിനി എപ്പോഴും എവിടെ കയറി ചെല്ലാനുള്ള ഒരു നല്ല സ്പേസ്. ഫസ്റ്റ് ഫിലിമിൽ അങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നത് ഭയങ്കര ലക്കാണ്. അത് ഭയങ്കര ഒരു കാര്യമാണ്. അതിന്റെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് 3-4 സീൻസിൽ പറഞ്ഞ എല്ലാ സീനും കുട്ടികളെടുത്ത് ട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം അവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ടീച്ചർ ആയതുകൊണ്ട് നീ ഒരുങ്ങി കെട്ടി വരുന്ന അതിനെ ബേസ് ചെയ്ത് കുറെ ട്രോൾ ഉണ്ടായിരുന്നു. പ്രേമം പിന്നെ അൽഫോൺസ് പുത്തൻ സാറിന്റെ ഡയലോഗ് ആയിട്ട് അത് ട്രോൾ ഉണ്ട്. അങ്ങനെ എന്തായാലും ഇനി എവിടെ ചെന്നാലും പറഞ്ഞ കണക്ക് എവിടെ ചെന്നാലും പ്രേമത്തിന് എന്താ കുഴപ്പം ചോദിച്ച ടീച്ചർ എന്ന് പറഞ്ഞ് കയറാം, ഇടിച്ചു കയറാം. അല്ല, കാരണം ആളുകളിലേക്ക് കുറച്ചുകൂടി ഈസിലി അത് കണക്ട് ആയി. ഇതിന് മുൻപ് അവസരങ്ങൾ ചോദിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇനിയിപ്പോ ഈ റെഫറൻസ് വെച്ച് ചോദിക്കാം. അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ വൺസ് നമ്മളിങ്ങനെ ഒരു നല്ല എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഫറൻസ് വെച്ച് നമുക്കത് ചോദിക്കാനുള്ള സ്പേസ് ഉണ്ട്. മറ്റത് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ. ഇന്ന സിനിമയിൽ ഇന്ന ആളെന്നൊക്കെ പറയേണ്ടി വരത്തില്ലേ. അത് എല്ലാ താങ്ക്സും റൈറ്റർ വിപിൻ സാറിനും സവിൻ സാറിനും വാഴ ടീമിനും അശ്വതിക്കും ഒക്കെയാണ്. കാരണം എനിക്ക് ഒരു ന്യൂകമ്മറായ എന്നെ കൊണ്ട് ഇത്രയും സീൻസ്, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഇങ്ങനത്തെ ഡയലോഗ്സും ഒക്കെ തന്നെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു ഡ്രീം ഡെബ്യൂ ആയിരുന്നു. ഇതിനപ്പുറം ഡെബ്യൂ കിട്ടാനില്ല. അല്ല, ന്യൂ കമർ അല്ല, അല്ല അപ്പോഴും ആക്ടിങ്ങിൽ ഓൾറെഡി നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സിനിമയിൽ നമുക്ക് വേദി തന്നവരെ നമ്മൾ എപ്പോഴും ഓർക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് സീരിയൽ സിറ്റ്കോം ചെയ്യുമ്പോഴും അതൊക്കെ വീട്ടിലുള്ള അമ്മമാരൊക്കെയാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ ജെൻസി പിള്ളേർക്കൊന്നും നമ്മളൊന്നും അറിയാം. പക്ഷെ ഇത് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ലേഖ ടീച്ചറെ, ഡിങ്കോൾഫി ടീച്ചർ തന്നെ 10 മുതൽ 25 വയസ്സുള്ള പിള്ളേരാണ് കൂടുതൽ നമ്മളെ അടുത്ത് കണക്ട് ആകുന്നത്. മറ്റേ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മമാരൊക്കെയാണ് വരുന്ന അതിൽ കണ്ടിരുന്നൊക്കെ പറയും. ഇതിപ്പോ ഫുൾ ഇപ്പൊ ത്രൂ അമ്മ എല്ലാവർക്കും റീച്ച് ആയി. അത് ഈ പടം ഇത്ര ഹിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഹിറ്റാവുമ്പോഴല്ലേ, നമ്മളൊരു ചെറിയ സ്പേസിലാണെങ്കിലും നമ്മളെ ഒരുപാട് പേര് കണക്ട് ചെയ്ത് നമ്മളെ തിരിച്ചറിയും. മറ്റത് വലിയൊരു സിനിമ ചെയ്തു, സിനിമ ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ റോള് എത്ര വലുതാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അതിനകത്തേക്ക് റീച്ച് ആവത്തില്ല. ഇത് എത്ര ചെറുതാണ് ചെയ്ത ആൾക്ക് പോലും ഈ ഇത്രയും പേര് കാണുകയല്ലേ ആ സിനിമ എന്ന് പറഞ്ഞ ഒരു വലിയ ക്യാൻവാസ്. പിന്നെ ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു സിനിമ ഇത്രയും ആൾക്കാരിലേക്ക് 10 സിനിമ ചെയ്താലും ആരും കാണാത്ത പടമാണെങ്കിൽ നമ്മൾ അറിയാം. പക്ഷെ ഈ ഒരു സിനിമയിൽ നമ്മൾ ഒരു പാസിംഗ് റോൾ ചെയ്തവരെ പോലും കാരണം ഒരു പ്രാവശ്യം ഒന്നുമല്ല, ജെൻസി കിഡ്സ് ഒക്കെ 2, 3, 4 തവണയാണ് പോയി. ഇന്നലെ ഞങ്ങളൊരു ഊബറിൽ ഹസ്ബൻഡ് ഞാനും കൂടെ കയറി പോയി. ആദ്യം ഞാനിങ്ങനെ അതിനകത്ത് നിന്ന് ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എവിടെയോ കണ്ട്, പിന്നെ വാഴ ടീച്ചർ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു, ഞാൻ എന്നെ പഠിപ്പിച്ച സാറിനെ ആദ്യം ഞാൻ പോയി കണ്ട് കണക്ട് ആയപ്പോൾ എൻ്റെ ഫുൾ ഗ്യാങ് പിള്ളേരെ വിളിച്ചോണ്ട് വന്നു. ഞങ്ങളുടെ പഴയ സ്കൂളിൽ +2 എന്നെ പഠിപ്പിച്ചൊരു സാറുണ്ട്. അങ്ങേര് ഇപ്പൊ സ്കൂളൊക്കെ വിട്ടിട്ട് KCB എവിടെയാ വർക്ക് ചെയ്യാ, വിളിച്ച് ഞങ്ങളെല്ലാം കൂടെ വീഡിയോ കോൾ വിളിച്ച് ഇത് കണ്ടോ സാറേ. ആ മുജീബ് സാറിന്റെ ഒക്കെ ഒരു ഇമ്പാക്ട് അന്ന് നിങ്ങൾക്ക് തരാനിരുന്നത് ആ സിനിമ പോയി കാണാം, അതുപോലെ തരണമായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എത്ര ആ കുട്ടിയുടെ എക്സൈറ്റ്മെന്റ് കാണുന്ന ആ ഫ്രണ്ട്സിനെ മുഴുവൻ വിളിച്ചോണ്ട് ഇതിനു വേണ്ടി മാത്രം പോയി. എന്നിട്ട് ഇവര് ആ ധൈര്യം മുഴുവൻ സംഭരിച്ച് അന്നത്തെ പ്രതികാരം ഇന്ന് വീട്ടിൽ. അങ്ങനെയൊന്നും പ്രതികാരമൊന്നും ചെയ്യല്ലേ, ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന അതെ. അതുപോലെ ഇൻബോക്സിൽ കുറെ മെസ്സേജസ് വരും. ഈ പറഞ്ഞ ഒരുങ്ങി കെട്ടി വരുന്ന ട്രോമ കൊടുത്ത ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് വരുന്ന ഇൻബോക്സിൽ കുറെ കുട്ടികൾ എനിക്ക് ഇതുപോലെ ടീച്ചർ ഉണ്ടായിരുന്നു, എനിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം
ഉണ്ടായിരുന്നു. അവർ ഭയങ്കര സാധനമായിരുന്നു. ഞാൻ സിനിമ കണ്ടപ്പോൾ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒരു അടി കിട്ടിയിരുന്നെങ്കിൽ അവസാനം പപ്പട സീനിലെങ്കിലും ഒരു അടി കൊടുത്തെങ്കിലും അത്രയ്ക്ക് ദേഷ്യം. അപ്പം കേൾക്കോ സന്തോഷം, അത് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ആ ചെയ്തത് എഫക്റ്റീവ്. പക്ഷേ ട്രോമ ആലോചിക്കുമ്പോൾ സങ്കടമാണ്. ടീച്ചേഴ്സ് ഒന്നും ഇനി അങ്ങനെ ചെയ്യല്ലേ, ഇതൊരു ഐ ഓപ്പണർ ആവട്ടെ. അല്ല, നമ്മുടെ ഒരു വെറുതെ നമ്മൾ ഷൂട്ടില്ലാത്ത സമയത്ത് നമ്മൾ വെറുതെ ഒരു ഡാൻസ് റീൽ എടുത്ത് വെച്ചിരുന്നതൊക്കെ ഇപ്പൊ പോസ്റ്റ് ചെയ്തപ്പോഴേ അതിന്റെ താഴെ വന്നിട്ട് ഇവരാണോ പിള്ളേരെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ്, ഇവർക്ക് ഇതൊക്കെ എത്ര തോന്നിയാസാവാം, ഡാൻസ് കളിക്കാം, അതിനകത്ത് എല്ലാരും വേറെ ആർട്ടിസ്റ്റുള്ള കാര്യം മറന്നുപോയി. അത്രയ്ക്ക് ഇമ്പാക്ട് ആണ്, ഭയങ്കര. മാത്രമല്ല പല എലമെന്റ്സ് അതിനകത്തുണ്ടല്ലോ. ആ മൂവിയുടെ ആ റൈറ്ററിന്റെ ഒരു ബ്രില്യൻസ് ആണ് അത്. എത്ര എലമെന്റ്സ് അതിനകത്തേക്ക് വന്നു. ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വീട്ടിലെ ഒരു എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത്, അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഒന്നുകിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ സമൂഹത്തിന് നേരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അൽഫോൺസ് സാറിന്റെ ആ ഒരു സീനിലൊക്കെ വന്നിട്ട് നമ്മൾ ശരിക്കും റെലവെന്റ് ആയിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ സ്കൂളുകളിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇപ്പൊ ഡ്രഗ്സിന്റെ ആയാലും എല്ലാ എലമെന്റ്സും അതിനകത്തേക്ക് വന്നു. വണ്ടി ഇടുന്നത് ഈ പറഞ്ഞ പോലെ സ്കൂളിലെ കാര്യം ആയാലും. അയ്യോ, വണ്ടി കാരണം നിങ്ങൾക്ക് ഇഷ്ടംപോലെ എനർജി കയ്യിലുണ്ട്. കുഞ്ഞുങ്ങളാവുമ്പോൾ എനർജി ഉണ്ട്. ആ എനർജി എവിടെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യണം. അത് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഈ പറഞ്ഞ ഞാനായാലും ചെയ്യുന്ന തെറ്റാണ്. ആ ടാബ് എടുത്തിട്ട് അവിടെ ഇരുന്ന് കുറച്ച് അടങ്ങിയിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവർ നെഗറ്റീവായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ എന്താ പറയാ, ഒരു മാജിക് തന്നെയാണ് ആ സ്ക്രിപ്റ്റിലെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല ഒന്നിനെ. ഇപ്പം പല സിനിമകളിലും നമ്മൾ കാണുന്നുണ്ട് ഡ്രഗ്സ് ഒക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിക്ക്. പക്ഷെ ഇതിൽ തെറ്റാണ്. നിനക്കൊരു പേരുദോഷം വന്നാൽ അത് ഉള്ള കാലം മുഴുവൻ ഉണ്ടാവുന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് ക്ലിയർ ആയിട്ട് നമ്മൾ KC വേണുഗോപാൽ സാറൊക്കെ പറയുന്നത് 1000 പ്രസംഗം ചെയ്തതിനേക്കാളും എഫക്റ്റാണ് ഈ ഒരു സിനിമ. ഒരു ഇങ്ങനത്തെ ഒരു പടം കാണിക്കും. ഇങ്ങനത്തെ പടമൊക്കെ കാണിച്ച പിള്ളേർ അവർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് കണക്കാരുടെ ഉള്ളിലേക്ക് കുറച്ചുകൂടി ഈസിലി അങ്ങ് എത്തും. ചേച്ചി ഇപ്പൊ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ? എന്റെ ആദ്യത്തെ സിനിമ വിജയ് സൂപ്പറും പൗർണമിയാണ്. അതില് ഞാൻ മോളെയും കൊണ്ട്, എന്റെ ചെറിയ മോളെയും കൊണ്ട് പോയതാണ്. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അത് ജിസ് ജോയ് എന്നെ, ഞാൻ ഈ മോളെയും കൊണ്ട് പോകുന്ന സമയത്ത് ചേച്ചി ഒരു സീനിൽ അഭിനയിക്കാവോ എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അതിനകത്ത് വിത്ത് ഡയലോഗ്. അപ്പൊ ഞാൻ മോളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അമ്മയായിട്ട് അവിടെ ചെന്നിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം സിനിമയിലേക്ക് ഞാൻ മനസ്സിലാഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എപ്പോഴും. ചെറുതിൽ നമ്മൾ സ്കൂളിൽ നാടകം കളിക്കുന്നു, കോളേജിൽ നാടകം എല്ലാം ഞാനുണ്ടായിരുന്നു കേട്ടോ, ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. പക്ഷേ നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോഴത്തേക്കാണ് വെറുതെ ജിസ് ജോയ്ക്ക് തോന്നുവാണ് എന്നെ വിളിച്ചിട്ട്. അതാണ് അതിന്റെ ഒരു ഇത്. ഞാൻ എപ്പോഴും ജിസ് ജോയോട് പറയേ, എന്താണ് അങ്ങനെ ഒരു ഇത് തോന്നിയത്? ഞാൻ അങ്ങനെ ഓർത്ത് വിളിച്ചല്ലേ ചെയ്യാനെന്നും വന്ന് അവിടെ ഇരിക്കുന്നു. എന്നാ പിന്നെ വേറെ ആൾക്ക് കൊടുക്കുന്ന ഒരു റോൾ എന്നാ ചേച്ചി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നതാണ്. അപ്പൊ അതാണ് എന്റെ തുടക്കം. പക്ഷെ അതിനുശേഷവും നമുക്കിത് എങ്ങനെ ഈ പറഞ്ഞ പോലെ സിനിമയിൽ എങ്ങനെ നമ്മൾ വരാം, എങ്ങനെ നമുക്ക് നിൽക്കാം, അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു ഐഡിയയേ ഇല്ല. നമ്മൾ അതിനകത്തേക്ക് ഫോക്കസ്ഡ് അല്ല. പിന്നെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വലുതായ ശേഷമാണ് എൻ്റെ അടുത്ത് ഇവര് പറയുന്നു, ഇവരാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തേക്കണം. എൻ്റെ 2 പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ മക്കളാണ് പ്രൊമോട്ട് ചെയ്തേക്കണം. അമ്മ ഓഡീഷൻസിനൊക്കെ കൊടുക്കുക. ഈ നാടകം ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് അവര് റെഫറൻസ് കൊടുത്ത് കുറച്ച് സിനിമകളൊക്കെ അങ്ങനെ വന്നിരുന്നു. പക്ഷെ ഞാനങ്ങനെ മെയിൻ നമുക്ക് എങ്ങനെയാണ് മറ്റതിലേക്ക് റീച്ച് കിട്ടുക നമുക്ക് അറിയുന്നില്ല. അപ്പൊ ഇവര് പറയുന്നു, അമ്മ ഓഡിഷൻസ് കോൾ ഇപ്പൊ എപ്പോഴും വരുന്നുണ്ട്, അന്ന് അതിനകത്തേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് പിന്നെ മധുര മനോഹര മോഹം അങ്ങനെയൊക്കെ ഉള്ള സിനിമകൾ പിന്നെ എനിക്ക് ചേച്ചി 10-20 പടം ചെയ്തിട്ടുണ്ട്. ഭയങ്കര സീനിയറാണ്. സൂപ്പറാണ് ചേച്ചി. സീനിയറൊന്നും അല്ല, നമ്മളെ കൺസിഡർ ചെയ്യുമ്പോൾ സീനിയർ പറഞ്ഞോളായിരുന്നു. ചേച്ചിയുടെ ആലപ്പുഴ ജിംഖാനയൊക്കെ ആ സമയം ഞങ്ങൾ ഈ പടം ഇറങ്ങിയ സമയത്തായിരുന്നു, ഷൂട്ടിന്റെ സമയത്തായിരുന്നു ആലപ്പുഴ ജിംഖാന. എന്ന് ഓർമ്മയുണ്ടോ? ശ്രീകുട്ടിയുടെ എനർജി ലെവൽ കണ്ട തിയേറ്ററുകാര്, ശ്രീകുട്ടി കൂവും ആ തിയേറ്ററിൽ. ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ കൂടെ ഉള്ള ഒരാളെ ആ സമയത്താണ് അത് ഇറങ്ങിയത്, റിലീസായത്. അപ്പൊ നമുക്ക് പോകാൻ ചേച്ചി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോവാണ്. ആലുവയില് മാതാ തിയേറ്ററിൽ. എന്നിട്ട് അവിടെ ചെന്നിരിക്കുമ്പോ ആൾക്കാര് ശ്രീകുട്ടിയുടെ ഇത് കണ്ടിട്ടാണ് എന്താ സംഭവം. ഞാൻ ആ പടം ശരിക്കും കാണേണ്ട രീതിക്ക് കാണുന്ന ആളാണ്. കൂവും കൈകൊട്ടും ചിരിക്കും അട്ടഹസിക്കും കരയും എല്ലാ ഇമോഷൻസും ആ സിനിമയിലുള്ള പോലെ പോകും. പിന്നെ നമ്മുടെ സ്വന്തം ചേച്ചി കൂടെ അതിൽ അഭിനയിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ ചമ്മി ഇരിക്കുക. ഞാൻ ആ തിയേറ്ററുള്ളവർ മുഴുവൻ അറിയിച്ചു അതിൽ അഭിനയിച്ച അമ്മ ഇവിടെ ഇരിപ്പുണ്ടെന്ന്.
എല്ലാരും അതാ പിന്നെ കൂകി ബഹളം വെച്ച് എല്ലാരും അറിയിച്ചു ഇങ്ങനെ ഒരാൾ അവിടെ ഇരിപ്പുണ്ടെന്ന്. നല്ലൊരു ടൈമായിരുന്നു. ഞങ്ങള് അന്നാണ് തുടരുമൊക്കെ കാണാൻ എല്ലാരും കൂടെ പോയി റിലീസ്. ചേച്ചി തുടരുമിനും ഉണ്ട് ഒരു സീനില്. ചെറിയൊരു സീനിലാണുള്ളത്. എന്നാലും അത്രയും വലിയ പടത്തിലൊരു പിന്നെ വലിയ പടത്തിലൊരു ചെറുതായാലും നമുക്ക് വളരെ ഹാപ്പിയാണ് ഞാൻ. അപ്പൊ അതും ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ചേച്ചി മോളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ്, ഇപ്പം ഞാൻ പറഞ്ഞ അച്ചു, അങ്ങനെ കുറെ അവിടെ നമ്മുടെ തൂക്കിയില് കുട്ടി അഭിനയിച്ച പ്രേമം തൂക്കുന്ന ഒരു പെങ്കൊച്ചുണ്ടല്ലോ അവര്, പിന്നെ വേദക്കുട്ടി, നമ്മുടെ അഷ്ന, എല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് പോയിട്ടാണ് നമ്മള് തുടരും കണ്ടത്. ഒരുമിച്ച് ബുക്ക് ചെയ്തു പോയി. അത് അങ്ങനത്തെ കുറെ മെമ്മറീസ് ഉണ്ട്. നല്ല കൊടും ചൂടിലാണ് നമ്മൾ പകല് ഷൂട്ട് ചെയ്യുന്നത്. ഏപ്രിലാണ്. ഓ നമുക്ക് കഴിഞ്ഞ ഏപ്രില് ചൂടെന്ന് പറഞ്ഞാൽ സ്കൂളിലെ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ ചൂട്ട് പൊരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അയ്യോ ദൈവമേ എന്ന് വിളിച്ചിട്ടാ നിൽക്കുന്നത്. ചൂട് അസഹനീയം. പക്ഷെ വൈകുന്നേരം നമുക്ക് ഇങ്ങനെ 5 മണി 6 മണി ആകുമ്പോഴത്തേക്ക് ഷൂട്ട് കഴിയും. ഡേ ടൈമില് ശരിക്കും സ്കൂൾ പോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു അന്നേരം നമ്മളിങ്ങനെ ഇതുപോലെ ആ ടൈം നമ്മള് യൂസ് ചെയ്ത് തിരിച്ചു വരുമ്പോഴും ഭയങ്കര രസം. കാരണം ഈ പിള്ളേരെല്ലാം നമ്മളെല്ലാരും ഒരുമിച്ച് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ ടവർ എടുത്തിട്ട് അതിലെല്ലാം ഓരോ അപ്പാർട്ട്മെന്റിലും ഡയറക്ടർ അടക്കം അല്ല റൈറ്റർ എല്ലാരും എല്ലാരും ഉണ്ട്. അതായത് ഒരു ഫ്ലാറ്റിൽ 3 റൂമുണ്ട്. 3 ഫാമിലി. ഇപ്പൊ എന്റെ കൂടെ ആണെങ്കിൽ അഷ്ന, നമ്മുടെ വേദക്കുട്ടിയുടെ ഫാമിലി, പിന്നെ ലക്ഷ്മി ഞാൻ പറഞ്ഞ തൂക്കിയില്ല. അപ്പൊ ഞങ്ങള് 3 പേര്. ഇവര് ടീച്ചേഴ്സ്, മറ്റേ ടീച്ചറും സിസ്റ്ററായിട്ട് അഭിനയിച്ചത് ഞങ്ങളവിടെ. അങ്ങനെ എല്ലാരും ഉണ്ട് അവിടെ. അപ്പൊ എങ്ങോട്ട് ഇറങ്ങിയാലും എല്ലാരും കാണാം. നമ്മുടെ തന്നെ ടീമാണ് മൊത്തത്തിൽ. അവിടെ അലമ്പുണ്ടാക്കിയിട്ട് അവസാനം സെക്യൂരിറ്റി പറഞ്ഞു സൗണ്ട് കുറയ്ക്കുമെന്ന്. വൈകുന്നേരം ആകുമ്പോൾ ഷട്ടിൽ, ഞങ്ങള് ഇതിലെ കോസ്റ്റ്യൂം ഡിസൈനർ ഞാനും അശ്വതി കോസ്റ്റ്യൂം ഡിസൈനർ, ഞങ്ങളുടെ കൂടെ ഷട്ടിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. ആ ഷട്ടിൽ കളിയേക്കാളും കൂടുതൽ കത്തിവെക്കലും കാര്യങ്ങളുമാണ്. ഞാൻ ഇവര് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഈ പറഞ്ഞ ഹാഷറിന്റെ ടീം അലനോ അല്ലെങ്കിൽ ആരെങ്കിലും പിള്ളേരാരെങ്കിലും ഒക്കെ ഇറങ്ങി വരും. പിന്നെ കിടന്ന് അട്ടഹസിക്കും, ബഹളം ഉണ്ടാക്കും. അവസാനം സെക്യൂരിറ്റി ചേട്ടൻ ഒരു ദിവസം എന്ന് പറഞ്ഞു ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ബാക്കി കുറച്ച് പേര്, ഞങ്ങൾ നോക്കുമ്പോൾ ബാക്കി അവിടെ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കി ഫുൾ നമ്മുടെ ടീമാണ്. ആ ബാക്കി കുറച്ച് പേർക്ക് പ്രശ്നമെന്ന് പറഞ്ഞു. അതെന്ന് അവർ വെക്കോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ്. പിന്നെ ഞങ്ങൾ ബഹളം ഉണ്ടാക്കി കഴിക്കിട്ടില്ല. പിന്നെ ചേട്ടൻ വന്ന് മര്യാദയ്ക്ക് പറഞ്ഞു എന്റെ ജോലി തെറിപ്പിക്കല്ലേ. പിന്നെ പാവല്ലേ വെച്ച് നമ്മൾ പതുക്കെ ആക്കി. ശ്രീകുട്ടിയുടെ ഈ എനർജി ലെവൽ തന്നെയാണല്ലോ ഫുൾ. അപ്പൊ മനസ്സിലായല്ലോ രാത്രിയൊക്കെ 10 മണി. രാത്രി ആവുമ്പോൾ ഞങ്ങള് ചേച്ചിയുടെ ബർത്ത്ഡേ എന്നൊക്കെ ഞാൻ വിളിച്ചോണ്ട് നമ്മള് ചെറായി ബീച്ചിലൊക്കെ പോയി, ബീച്ചിന്റെ പോയി അവിടെ പോയി ബോൾ ഉണ്ടാക്കി. അപ്പൊ വേറെ ആരൊക്കെയോ കുറെ പേര് വന്നു. രാത്രി എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു അതെ, നമ്മൾ ശരിക്കും ഒരു കോളേജ് ബാക്ക് ടു കോളേജ് ക്യാമറയിലെ പറയുന്ന ടീച്ചേഴ്സാണ്. പറയുമ്പോ ടീച്ചേഴ്സാണ് അതീ കണ്ട ടീച്ചേഴ്സേ അല്ല ഞങ്ങള് ഭയങ്കര പിള്ളേരെക്കാളും പൊളി ടീച്ചേഴ്സ്. ഞാനും ശ്രീകുട്ടി പറഞ്ഞാൽ എല്ലാ ലെവലിലേക്കും കയറി ഇറങ്ങി നിൽക്കും. എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഞാനും സ്യൂട്ടാവും. ത്രൂ ഔട്ട് ഷൂട്ട് നമ്മൾ 2 ടീച്ചേഴ്സ് എപ്പോഴും ഒരുമിച്ചാണ്. അപ്പൊ എന്ത് കമന്റ് എല്ലാം നമ്മള് ഒരുമിച്ചാണ്. ഇത് ട്രോള്, ഞങ്ങളിങ്ങനെ ട്രോള്, ഓരോരുത്തരും ട്രോൾ. നമ്മള് മറ്റേ അൽഫോൺസ് പുത്രൻ സാറിന്റെ സീക്വൻസ് ഒക്കെ എടുക്കുന്ന ഒരു 7 ദിവസത്തോളം അടുപ്പിച്ചുണ്ട്. അപ്പൊ 7 ദിവസവും നമ്മളിങ്ങനെ അടുത്തടുത്ത് ഇരിക്കുക, കുറെ നേരം ഇരിക്കും. പിന്നെ എന്ത് ചെയ്തില്ല, നമ്മളെ ലോകമുള്ളവരെ മുഴുവൻ കമന്റ് അടിച്ച് ട്രോളി. അത് ചേച്ചി നമ്മള് ചിരിക്കും. അപ്പൊ ഇടയ്ക്ക് മൈക്ക് വെച്ചിരിക്കുന്ന ആലോചിക്കും, ഇതോ മൈക്ക് കേട്ടോ. അങ്ങനെ ശരിക്കും രസമായിരുന്നു. അതിന്റെ ഒരു മൊമെന്റ്സ് കേട്ടോ. നമ്മളാ ഷൂട്ടിലെല്ലാം നമ്മളിങ്ങനെ ബലം പിടിച്ചൊക്കെ ഇരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. ആ ഷോട്ട് വരുമ്പോ നല്ല ഒരുപാട് PTA മീറ്റിംഗ് ആണ് ആ സംഭവം. അപ്പൊ നമുക്ക് ആ സമയത്ത് മാത്രം നമ്മളൊന്ന് സീരിയസ് ആയിട്ട് ഇരുന്നാൽ മതി. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് അപ്പുറത്തൊക്കെ എടുത്ത് ക്യാമറ, അപ്പുറത്തെ ആൾക്കാരെ, പ്രിൻസിപ്പലിനെ ഒക്കെ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മളിവിടെ ഫ്രീ ആയിട്ടിരിക്കുക. ചുമ്മാ ഞാൻ സീരിയസ് ആയിട്ടാണ് ടീച്ചർ ഇരിക്കേണ്ടത്. ഞാൻ ഇത്തിരി കാണുമ്പോ തന്നെ ഞാനിങ്ങനെ ചിരിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു പതുക്കെ ചിരി ഇങ്ങനെ മായാതെ നിക്കും. നമ്മളിത് ഭയങ്കര എനിക്ക് ഞാൻ ഈ പറഞ്ഞ സിനിമ ആദ്യമായിട്ടാണല്ലോ. അപ്പൊ ചേച്ചിയുടെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ചേച്ചി ഞാൻ എന്തുണ്ടെങ്കിലും വേറെ നമുക്ക് എങ്ങനെ നിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള ചിലയിടത്തൊക്കെ തുള്ളിപ്പോകുമ്പോഴത്തേക്ക് ചേച്ചി ശ്രീ ഒതുങ്ങ അമ്പനെ എത്രയും വേണ്ട അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ചേച്ചി. എനിക്ക് ഞാൻ ഇത്രയും സെറ്റിൽ പോയിട്ട് എന്റെ ബർത്ത്ഡേ കറക്റ്റ് വന്നത് ഈ വാഴയുടെ സമയത്താണ്. അപ്പൊ ഈ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഉണ്ടായിരുന്നോണ്ട് ആ ദിവസം എല്ലാരും കൂടെ എനിക്ക് ഭയങ്കര, ഞാൻ വളരെ സന്തോഷിച്ച ഒരു മൊമെന്റാണ്. ഞാൻ വീട്ടിലൊക്കെ നമ്മൾ കേക്ക് മുറിച്ചൊക്കെയാണ് ഞാൻ ആഘോഷിച്ചിട്ടുള്ളത്. സെറ്റിൽ ഞാൻ എല്ലാരും അവര് കേക്ക് പ്രൊഡക്ഷനിൽ നിന്ന് കേക്ക് എല്ലാരും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്ത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ബർത്ത്ഡേക്ക് ഞാൻ അത് മിസ് ചെയ്യും. എന്നിട്ട് രാത്രി ശ്രീകുട്ടി ആണ് എല്ലാ കോർഡിനേഷൻ. ചെറായി എന്റെ മോളെയൊക്കെ ഇവിടുന്ന് പറപ്പിച്ച് ചെറായിൽ വരുത്തുന്നു.
ഭക്ഷണം കഴിക്കാൻ എല്ലാം കൂടെ അടച്ചു പിന്നെ നമുക്ക് കിട്ടിയില്ല അവസാനം ഒരു കട കിട്ടി ഏതോ കടയിലൊക്കെ കൈയും കാലം പിടിച്ചിട്ടാണ് ഫുഡ് കിട്ടിയത് ബർത്ത്ഡേ. അല്ല അങ്ങനത്തെ ഒക്കെ മൊമെന്റ്സ് നല്ല മൊമെന്റ്സ് ഈ ഭയങ്കര പോസിറ്റീവ് സെറ്റ് ആയിരുന്നു അതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ആരും തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ഇല്ല ഒരു പ്രശ്നങ്ങളില്ല അങ്ങനെ ഒന്നുമില്ല എല്ലാരും ഭയങ്കര എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യുന്ന അപ്രോച്ചബിളും ഒക്കെ ആയിരുന്നു അതിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് ആണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പൊ കിട്ടിയ പിന്നെ ഈ സവിൻ സാ എനിക്ക് JSK എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ചെയ്തപ്പോൾ അതിൽ സവിൻ ആയിരുന്നു AD ആയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ. അതുകൊണ്ട് സവിൻ ഞാൻ ഇവിടെ ഓഡിഷൻ ചെല്ലുമ്പോഴാണ് സവിൻ അവിടെ നിൽക്കുന്നു. പക്ഷെ സവിനാണ് ഡയറക്ടർ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ അപ്പൊ ആ ചേച്ചി അപ്പൊ ഞാൻ നീ ഇതിനകത്തുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇതിനകത്തുണ്ട് ചേച്ചി അപ്പോഴും പറയുന്നില്ല. പൂജയ്ക്ക് ചെല്ലുമ്പോഴാണ് ഞാനത് അന്വേഷിച്ചില്ല. പൂജയ്ക്ക് ചെല്ലുമ്പോ ഞാൻ സവിനാണോ ഡയറക്ടർ അയ്യോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞില്ല ഞാൻ ഇതിനകത്തുണ്ട് ചേച്ചി അങ്ങനെ പറയുള്ളൂ. ഭയങ്കര ഒരു എന്താ നല്ലൊരു മനുഷ്യനാണ് സവിൻ. അപ്പൊ എനിക്ക് അന്നേ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിത് അറിയുന്നേ ഇല്ല. അപ്പൊ സവിനെ പോലെയാണ് അവിടുത്തെ ആ ADs എല്ലാം. എന്ത് നല്ല പിള്ളേരാന്നറിയോ എല്ലാരും. ആ ഒരു ടീം വർക്ക് അത് നമുക്ക് കാണാം അതിനകത്തെ. ഇവരുടെ ഓരോരുത്തരുടെയും ഓടി ഈ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്തെ വെയിലത്ത് നിൽക്കുന്നുള്ളൂ. ഇവർ ആ സ്റ്റണ്ടിന്റെ സമയത്ത് ഈ ഹാഷിറാൻ ടീം അടക്കം സ്റ്റണ്ടൊക്കെ പൊരി വെയിലത്താണ്. നമുക്കത് കണ്ടു നിന്നാൽ നമുക്ക് വിഷമം വരും. എത്ര സമയം എത്ര ടേക്ക് ഒക്കെ എടുക്കുന്നു. അപ്പൊ ഇവരൊക്കെ ഫുൾ ടൈം അത് ഏത് സിനിമയിലും അങ്ങനെ തന്നെയാണ്. നമ്മളിത് കണ്ടത് കൊണ്ട് നമ്മളത് പറയുന്നു. സംസ്ഥാന സാര് പറയുമ്പോൾ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അവിടുന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നമ്മളടുത്ത് അടുത്ത് ഒരു ഇതായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഇത്രയും റെസ്പെക്റ്റോടെ ചേച്ചി അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഓരോ ടൈമും മോണിറ്ററിന്റെ അവിടെ നിന്ന് പറയുന്നതിന് വരെ ഇത്ര ദൂരം ഉണ്ടെങ്കിലും ഓടി വന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ അസോസിയേറ്റ് ഇപ്പൊ സക്കീർ, രജി, മിഥുൻ, വിശ്വമാണ് ഇനി അടുത്ത വ്യാഴ 3 ചെയ്യാൻ പോകുന്നത്. മിഥുൻ, സുഖില്, ജുവല് എല്ലാരും ഭയങ്കര ഇതിനു വേണ്ടി അവർ ഈ പറഞ്ഞ ഉറങ്ങാറില്ല. നമുക്കിപ്പോ സ്കൂൾ ഷൂട്ട് കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് നമ്മൾ എത്തും. പക്ഷെ ഇവർക്ക് ആഫ്റ്റർ നൈറ്റ് ഷൂട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് ഇവരെല്ലാരും കൂടി അവിടെ തന്നെയാണല്ലോ. അപ്പൊ നമ്മുടെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇവരെല്ലാം ഇരിക്കും. പിന്നെയും ഈ നൈറ്റ് ഷൂട്ട് ഉള്ള സമയത്തൊക്കെ നമ്മൾ അറിയുന്നില്ല. ഇവര് ഉറങ്ങാറില്ല. കണ്ടിന്യൂസ് 10 മണിക്ക് അടുത്ത ദിവസം രാവിലെ വീണ്ടും ശബ്ദമൊന്നും ഇല്ലായിരുന്നു. അവസാനമൊക്കെ റെജിക്ക് എനിക്ക് ഇടയ്ക്ക് 2-3 മഴ വന്നു. അത് അവർക്ക് ഗുണമായി കുറച്ച് ഉറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ ഇവർക്ക് ട്രെയിൻ ഔട്ട് ആയിപ്പോലെ ഞാൻ വെക്കില്ല. എല്ലാ ദിവസവും ഭയങ്കര കാരണം ഉറങ്ങാൻ ടൈം കൊടുക്കും. പക്ഷെ അവരുടെ പാഷൻ കാരണം പിറ്റേ ദിവസത്തെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി എല്ലാം ഇതാക്കി നേരത്തെ വരാ അത് ചെയ്തതൊക്കെ നോക്കി. അപ്പം അതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഇടയ്ക്ക് 2-3 മഴ 2 ദിവസം വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫ് ടൈമും കിട്ടി. അതൊരു അവർക്ക് പ്രൊഡക്ഷന് നഷ്ടമാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു. ഇടയ്ക്ക് എല്ലാവരും കൂടെ കാരണം പകലും നമ്മളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചൊക്കെ ഇരിക്കുവാണല്ലോ. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര രസമുള്ള മെമ്മറിയാണ്. ഈ പറയുകയാണെങ്കിൽ ഷൂട്ടിന് ഫൈറ്റ് റോ ഫൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ചില സീൻസ് ഒക്കെ ഇറക്കി വിട്ടിട്ട് അടിച്ചോന്ന് പറയുവാണ്. അങ്ങനെയാണ്. അതായത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിനേക്കാളും അതുകൊണ്ടാണ് ആ സീൻസിനൊക്കെ ഇത്ര എഫക്റ്റ്. നിങ്ങൾ ചെല്ലോ എന്നിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ശരിക്കും ഇവർക്ക് നമ്മുടെ അലനും അശ്വനും ഒക്കെ ഒരേ അടി കിട്ടി. അല്ലൊക്കെ തലപൊക്കി പോയി ഹോസ്പിറ്റലിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. സ്റ്റണ്ട് മാസ്റ്റർ വന്നു. അതെനിക്ക് തോന്നുന്നു മെയിൻ മറ്റേ പക്ഷെ കൂടുതൽ റോ ആയിട്ടാണ് എടുത്തത്. സ്റ്റണ്ട് മാസ്റ്റർ തന്നെ എനിക്ക് തോന്നുന്നു കുറെ ഒക്കെ പറഞ്ഞിട്ട് കുറെ റോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. കലൈസിംഗ് സാറായിരുന്നു. ഇതിങ്ങനെ അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുത്ത് ജയിക്കാൻ പറ്റില്ല. സ്കൂളിൽ അടിയെന്നൊക്കെ പറഞ്ഞാൽ അടിയല്ലേ, അടിയോടടി. ഒരു ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് തിയേറ്ററിലൊക്കെ ആ സീൻ അത്രയും ഒരു അക്സെപ്റ്റൻസ് ഇപ്പൊ കിട്ടുന്ന അച്ഛൻ റോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. മെയിൻ നായകന്മാർക്ക് തന്നെ ഡെയിലി ഓരോ ഇഞ്ചുറി വരുമെന്ന്, ഓരോ കൈ പോയി കാല് പോയി എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കാല് വേദനിക്കുന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ അത് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയാ നമ്മൾ 250 കോടി ഇന്നലെ 250 കോടി ഇൻഡസ്ട്രി ഹിറ്റ് വിത്ത് ന്യൂ കമേഴ്സ്. സക്സസ് തീരുമാനിക്കാനില്ല. ഇനി എത്ര കോടി പോകും നോക്കട്ടെ. ഓട്ടം തുടങ്ങിയതേ ഉള്ളൂ. തെലുങ്ക് റിലീസ് ചെയ്ത് അവിടെയും ഹിറ്റാണ്. അവിടെ കഴിഞ്ഞ ആഴ്ച റിലീസ് 24th അവിടെയും നല്ല ഹിറ്റാണ്. തെലുങ്കിൽ നമ്മൾ സൗണ്ട് കേട്ടേച്ചി. അത് ജിംഖാനയിലാണ് ഞാനത് ആദ്യം റിലീസ് ചെയ്തത്. കന്നഡ തെലുഗിലൊക്കെ വരുമ്പോ എന്തൊക്കെയോ പറയുന്നത് നമ്മുടെ ഒരു മാച്ച് ഇല്ലാത്ത സൗണ്ട് പോലെ തോന്നുന്നു. അത് നമുക്ക് തോന്നുന്നു ചിലപ്പം എന്റെ ശരീരമൊക്കെ കണ്ടിട്ടായിരിക്കും ഒരു ബൊമ്പു ബൊമ്പു എന്നൊക്കെ പറഞ്ഞൊരു സൗണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായി. എനിക്ക് ആദ്യം കേട്ടപ്പോ രൂപം അനുസരിച്ചൊരു സൗണ്ട് ആണെന്നാണ് തോന്നുന്നത്. അവരങ്ങനെയല്ലേ. ഇവിടെ ഞാനിങ്ങനെ കളാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തരായി എടേ എന്തോന്നിട്ട് ഇത്
അയ്യോ അങ്ങനെ മൊത്തത്തിൽ രസമാണ് എല്ലാം കൂടെ. ഭയങ്കര ഹാപ്പി മൊമെന്റ്സ് അല്ലേ ചേച്ചി? നമുക്ക് അത് നമ്മളെ ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോ അതൊക്കെ ഒന്നുകൂടെ റീകളക്ട് ചെയ്ത് പോയി ആ ഓരോ ദിവസങ്ങളും. ഇല്ല ഞാൻ പിന്നെ വിചാരിക്കും അശ്വതിയുടെ കാര്യമാണ്, കോസ്റ്റ്യൂം അശ്വതിയാണ് ചെയ്യുന്നത്. അശ്വതി പറയാം ഈ സ്റ്റണ്ട് കഴിഞ്ഞിട്ട് എല്ലാം ബ്രൗൺ നിറമാണ്, അടുത്ത ദിവസം കഴുകി ഇത്രയും പേരുടെ ഈ ബ്രൗൺ അഴുക്ക് പിടിച്ചത് കഴുകി ഇത് എത്രന്ന് വെച്ചിട്ട് നമ്മൾ മാറ്റും. അപ്പൊ അത് അവര് ഒരുപാട് എല്ലാരും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ 500 പിള്ളേരെങ്കിലും മിനിമം ഉണ്ടാവൂലേ സ്കൂളാവുമ്പോ. അത് നമ്മുടെ ശങ്കരിയൊക്കെ അതിനകത്ത് ഓർക്കണം, ശങ്കരി കോസ്റ്റ്യൂം ചെയ്തോണ്ടല്ലോ. അതെ അതെ ഒരു അടി കഴിഞ്ഞ് അടുത്ത് നല്ല ഫ്രഷ് ആയിട്ട് വന്ന് ഇടാൻ പറ്റും. അതെ അതെ അതിന്റെ ബാക്കി എടുത്ത് ഇടണമല്ലോ. അത് ശരി. അന്നും രാത്രി പോയി ഒരച്ച് അവര് ഈ കോസ്റ്റ്യൂമിലെ പിള്ളേർ ഒരച്ച് കഴുകി ഉണക്കി വേണം. ഇത് പിന്നെ കുറെ ഉണക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കളറൊക്കെ മങ്ങി വേറെ വെള്ളമൊക്കെ മാറി വേറെ കളർ. പിന്നെ അടുത്ത സ്റ്റണ്ടിന്റെ കണ്ടിന്യൂറ്റി ഒക്കെ എടുക്കണമെങ്കിൽ ഇവരെ ബ്രൗൺ ആക്കണമല്ലോ. ശരിയാ. അങ്ങനെയൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട്. നല്ല സിനിമ എന്ന് പറഞ്ഞാല് കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോ കാണുന്ന ഈ 2 മണിക്കൂർ ഇതാ പോയി, പക്ഷെ അതിനുള്ളിൽ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും അനുഭവിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഇത്രയും ക്രൗഡ് ഉള്ളൊരു പടം കൂടെ ആയതുകൊണ്ടാണ്. മറ്റേ 1-2 ആൾക്കാരാകുമ്പോൾ അത്രയും ഇത് ഇത്രയും ആൾക്കാരെ കോസ്റ്റ്യൂമും ഇത്രയും ആൾക്കാരെ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ആ ക്രൗഡ് മാനേജ് ചെയ്യണമല്ലോ. അത് മാനേജ് ചെയ്യാൻ നമ്മുടെ ഈ അസോസിയേറ്റ്സ് ഒക്കെ പെടുന്ന പാട് രജിയൊക്കെ കേട്ടിട്ടില്ലേ, മൈക്ക് വേറൊരാളുടെ കമ്പം കൊണ്ടൊക്കെ ശരിക്കും നടക്കുമായിരുന്നു. പിള്ളേരെ കയറി ഇവര് ഇടയ്ക്കിങ്ങനെ വെളി ലൈനിൽ നിർത്തിയിട്ട് പോകും അസംബ്ലി സീനിലൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, കയറി അങ്ങോട്ട് കയറി. പൊള്ളുന്ന വെയിലത്താ നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ തലയിറങ്ങിയൊക്കെ ചൂട് ചിലതിനൊക്കെ നിന്നിട്ട് മതിയാവും. അപ്പൊ ചിലർക്ക് വയ്യാതെ വരും. ഇതൊക്കെ സാധാരണ സ്കൂളിൽ സംഭവിക്കുന്ന പോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഷൂട്ടിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഷൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് എടുക്കും, റീടേക്ക് എടുക്കും. നമ്മൾ അതൊക്കെ തന്നെ പിന്നെ അപ്പൊ ഒരാള് ഒരു ദിവസം ഒരാളുടെ പുറകിലാണെങ്കിൽ അയാൾ ആ ദിവസം അടുത്ത ദിവസം വന്ന് ഇവിടെ പുറകിൽ തന്നെ നിക്കണം. നമ്മുടെ ആർട്ടിസ്റ്റ് അല്ല പുറകിൽ നോക്കുമ്പം ഇവിടെ ഇന്ന് ഇവിടെ വെയിൽ കൂടുതൽ അപ്പുറത്ത് പോയി നിൽക്കാം, വെയിൽ കുറഞ്ഞ സ്ഥലത്ത് പോയി ഉടനെ മയക്കി കൂടെ അയ്യോ കണ്ടിന്യൂറ്റി നിന്ന ആളല്ലല്ലോ, അടുത്ത ആള് ആണെന്ന് വിളിച്ചോണ്ട് ഇപ്പുറത്ത് നിർത്തി ഇപ്പുറത്ത്. അയ്യോ അങ്ങനെയൊക്കെ ഭയങ്കര നല്ലോണം അത് ശ്രദ്ധിക്കണം. അസംബ്ലി സീനിൽ അശ്ന തലയിറങ്ങി വീഴല്ലോ, അതുപോലെ ഓരോ ദിവസവും ഓരോരുത്തർ വീണോണ്ടിരിക്കുവായിരുന്നു സൈറ്റിൽ. അത് ഒറിജിനൽ വീഴിലാണ്. ഇത്രയും കുട്ടികളല്ലേ, അതും എല്ലാം കുട്ടികളാണ്, എല്ലാം +2 പഠിക്കുന്ന കുട്ടികളൊക്കെ പല സ്കൂളിൽ നിന്നൊക്കെ വന്നേക്കുന്ന അതേ ഏജ് ഗ്രൂപ്പിലെ പിള്ളേരായിരുന്നു. അപ്പൊ അവരുടേതായ ഒരു വൈബ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നും കൂടെ എനർജി പകർന്നു കിട്ടി. വാഴ 3 നിങ്ങളൊക്കെ ഉണ്ടാവോ? നമുക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ആഗ്രഹം ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. വിപിൻ എഴുതുമ്പോ സ്ക്രിപ്റ്റിൽ നമ്മുടെ പോലെ ഇവരെ ഉൾക്കൊള്ളിക്കാന്ന് വിപിന് തോന്നാതെ ഡയറക്ടറും അതേ സ്കൂളിൽ തന്നെ പെൺപിള്ളേരെ കൊണ്ടുവന്ന നമ്മൾ അല്ലെങ്കിൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയാലും മതി, ഞങ്ങള് ടീച്ചേഴ്സ് ആവണമെന്നില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചാൽ മതി. ഇല്ല ഇത്രയും ദുഷ്ടയായ ടീച്ചേഴ്സിനെ ഒക്കെ കാണിച്ചില്ലേ, എന്തുകൊണ്ടാണ് ഇവര് ദുഷ്ടയായെന്നുള്ളൊരു ബാക്ക് സ്റ്റോറി ഒക്കെ വേണമെങ്കിൽ അവർക്ക് കൊടുക്കും. ഭയങ്കര പ്ലാനിങ്. ഏതൊരു ദുഷ്ടത്തരത്തിനിടയിൽ ഒരാൾക്ക് 2 ഷെയ്ഡ് ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടായിരിക്കാം എന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ. എന്താണ് ഈ ഫ്രസ്ട്രേഷൻ? അതോ ഇനി ശരിക്കും ബിനി സാറ് തിരിഞ്ഞു നോക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ ലേഖ ടീച്ചർക്ക് എന്നൊക്കെ ചിഞ്ചു അറിഞ്ഞാലേ. അല്ല ഞാനറിയുന്നില്ല, അടുത്തിരുന്ന് ഈ പരിപാടി മുഴുവൻ എന്റെ രഹസ്യമായിട്ട് എല്ലാം നമ്മള് ബാക്കിന്റെ കളികളായിരുന്നു. ഓക്കെ, വേറെ കോൾസ് അല്ലെങ്കിൽ വേറെ സിനിമകളുടെ ഷൂട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ഇനി? ഞാനിപ്പോ കഴിഞ്ഞു, അത് ഓണം റിലീസാണത്. അത് നിവിൻ പോളി മമിത പടമാണ്. നമ്മുടെ ഇതിന്റെ അപ്പൊ അതിപ്പോ കഴിഞ്ഞു. ഗിരിശ്ശേരിയുടെ അപ്പൊ അതാണ് പിന്നെ ഓണത്തിനാണ് അത് റിലീസാവുന്നത്. അപ്പൊ അതിന്റെ പരിപാടികളിലാണ്. ഓക്കെ, ഇവിടെ പെട്ടെന്ന് തന്നെ കോൾസ്. ഞാൻ കോൾസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു വേഴാമ്പലിനെ പോലെ. അതൊക്കെ ഉണ്ട്, സീരിയലും ഇതൊക്കെ ഉണ്ട്, സിറ്റ്കോം ഒക്കെ ഉണ്ട്. സിനിമയായിട്ടൊന്നും വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം. നമ്മള് സ്ക്രീനിൽ കണ്ടു, ഇപ്പൊ നേരിട്ടും കണ്ടു. എന്തായാലും എല്ലാവിധ ആശംസകളും, നല്ലതുപോലെ തന്നെ കരിയർ പോകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കൗമുദി ചാനൽ നമ്മളെ വിളിച്ചതിനും. ഇതുപോലെ ഞങ്ങൾക്കൊരു റീയൂണിയൻ ടൈം ആയിരുന്നു, അതിനും പല മെമ്മറിയിലൂടെ പോകാനൊക്കെ പറ്റി നല്ല ക്വസ്റ്റ്യൻസും ഒക്കെ എല്ലാം സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.